ചെയ്യുന്നത് നമ്മുടെ ബനാന ഷേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളെന്ന നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ബനാന ഷേക്കിന് എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. ഞാനിവിടെ 3 പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ പൂവമ്പഴമാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് പാല് അത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് വേണം. പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ നമുക്ക് പഞ്ചസാര മധുരത്തിൽ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് നമ്മുടെ ബനാന നുറുക്കി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പഴം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി പഴുത്ത് ഇങ്ങനെ ഉടഞ്ഞ സൈസ് പഴം വേണ്ട കേട്ടോ, കുറച്ചൊരു തിക്കുള്ള പഴം വേണം ഇതിന് ഉണ്ടാക്കാൻ. അങ്ങനെ നന്നായി ഇട്ടിട്ട് നമ്മുടെ പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴം എടുക്കരുത്, ഇത്തിരി കനമുള്ള പഴം എടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്റ് അതിട്ട് കൊടുക്കായിരിക്കും. പിന്നെ നമ്മൾ ഈ പാല് കട്ട് ചെയ്തൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാലും കൂടി അതിൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായി അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് കട്ടപ്പാലുണ്ടല്ലോ അതൊന്നും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ ഷേക്കിന് നല്ല കട്ടി വേണമെങ്കിൽ നമ്മുടെ പാല് നല്ല കട്ടിയുള്ള ഇത് കല്ല് പോലെ ആയിരിക്കണം പാല്. അപ്പോൾ നമ്മുടെ ബനാന ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഗ്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാല് നല്ല ഐസ് ആയാലാണ് നല്ല തിക്കായിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ്, നമ്മുടെ ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.